നമസ്കാരം. പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. വിസ നിയമങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് UAE വീണ്ടും ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. സന്ദർശക വിസയിലെത്തി ജോലിക്കുള്ള പുതിയ വിസ ലഭിച്ചാൽ രാജ്യത്തിന് പുറത്തു പോകണം എന്നതടക്കമുള്ള നിയമങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു. ജോലിക്കുള്ള കരാർ ഒപ്പിടും മുൻപ് വാഗ്ദാനം ചെയ്യപ്പെട്ട വ്യവസ്ഥകളെല്ലാം കരാറായി തന്നെ പരിഗണിക്കുമെന്നുള്ള സുപ്രധാന തീരുമാനം ഇക്കഴിഞ്ഞ ജനുവരി 1-ാം തീയതി മുതൽ നിലവിൽ വന്നിരിക്കുന്നു. തൊഴിലാളികളെയും താഴേക്കിടയിലുള്ള പ്രവാസികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരം നീക്കങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രവാസ ലോകം ആരംഭിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രവാസ ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സൗദി അതിർത്തി പ്രദേശമായ ജിസാൻ സാംതയിൽ വെച്ചുണ്ടായ ഷെല്ലാക്രമണങ്ങളിൽ മരിച്ച കൊച്ചി മട്ടാഞ്ചേരി സ്വദേശി TK ഫറൂഖിന്റെയും കൊല്ലം കൊട്ടിയം സ്വദേശി വിഷ്ണു വിജയന്റെയും കുടുംബങ്ങളെ സഹായിക്കാനായി ജിസാനിലെ പ്രവാസി സംഘടനകളും സാമൂഹിക പ്രവർത്തകരും ചേർന്ന് രൂപീകരിച്ച കമ്മിറ്റിക്ക് ജിസാൻ ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ ജലയുടെ ജീവകാരുണ്യ ഫണ്ടിൽ നിന്നും 15,000 റിയാൽ സംഭാവനയായി നൽകി. സംഭാവന തുക കുടുംബ സഹായ കമ്മിറ്റി ചെയർമാൻ ഹാരിസ് കല്ലായി, ട്രഷറർ M താഹ എന്നിവർക്ക് ജല പ്രസിഡന്റ് റസൽ കരുനാഗപ്പള്ളി കൈമാറി. ചടങ്ങിൽ ജല രക്ഷാധികാരി ഡോക്ടർ മുബാറക് സാനി, ജനറൽ സെക്രട്ടറി വെന്നിയൂർ ദേവൻ, MK ഓമനക്കുട്ടൻ, ഷംസു പൂക്കോട്ടൂർ, ഫ്രാൻസിസ് പാലക്കാട് എന്നിവർ സംബന്ധിച്ചു. രാജ്യത്തെ അനധികൃത താമസക്കാരെ കണ്ടെത്തുന്നതിന് കുവൈറ്റിൽ പരിശോധന തുടരുന്നു. ഇന്ത്യക്കാർ തിങ്ങി താമസിക്കുന്ന ബിന്നീദ് അൽഖർ പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ 3,781 പേരാണ് പിടിയിലായത്. ഇവരിൽ 1,585 പേർ മതിയായ താമസരേഖകൾ ഇല്ലാത്തവരും 114 പേർ സ്പോൺസർമാരിൽ നിന്നും ഒളിച്ചോടിയ കേസ് നിലനിൽക്കുന്നവരുമാണ്. പിടിയിലായ 10 പേർ വിവിധ കുറ്റകൃത്യങ്ങളിൽ പിടികിട്ട പുള്ളികളുമായിരുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പിടിയിലായ ശേഷം മതിയായ രേഖകൾ ഹാജരാക്കിയ 2,035 പേരെ വിട്ടയച്ചു. പിടിയിലായവരിൽ ഭൂരിഭാഗവും രാജസ്ഥാൻ, ഗുജറാത്ത്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. അനധികൃത താമസക്കാരെ പിടികൂടി നാടുകടത്തുന്നതിനുള്ള പരിശോധന വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ വിദേശികൾ തങ്ങളുടെ താമസരേഖകൾ കയ്യിൽ സൂക്ഷിക്കണമെന്നും പരിശോധനാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ഇത് 3-ാം തവണയാണ് ശക്തമായ പരിശോധന നടക്കുന്നത്. അർദിയ, ജിലീബ്, അൽ ഷുയൂഖ് എന്നിവിടങ്ങളിൽ നേരത്തെ നടന്ന പരിശോധനയിൽ 4,500-ഓളം പേരാണ് പിടിയിലായത്. വിദേശികൾ കൂടുതൽ താമസിക്കുന്ന മഹബൂല, ഖൈത്താൻ എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ പരിശോധനയ്ക്ക് നീക്കം നടക്കുന്നതായാണ് അറിയാൻ കഴിയുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ 42-ാം വാർഷികവും റാസൽ ഖൈമ കേരള സമാജത്തിന്റെ 40-ാം വാർഷികവും ആഘോഷമാക്കിക്കൊണ്ട് കഴിഞ്ഞ അന്തർദേശീയ പ്രവാസി ദിനമായ ഡിസംബർ 18-ന് റാസൽ ഖൈമയിൽ വെച്ച് പ്രവാസ ലോകത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വിവിധ ദേശക്കാരായ 600-ഓളം പ്രവാസി തൊഴിലാളികൾ ക്യാമ്പിന്റെ സേവനം ഉപയോഗപ്പെടുത്തി. റാസൽ ഖൈമ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, മിനിസ്ട്രി ഓഫ് ലേബർ എന്നിവയുടെ സഹകരണത്തോടെ ആസ്റ്റർ മെഡിക്കൽ സെന്റർ, ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ, യൂണിയൻ ക്ലിനിക്, സഖാർ ഹോസ്പിറ്റൽ, റോയൽ മെഡിക്കൽ സെന്റർ, സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ സെന്റർ, അൽ സറാബി ഹോസ്പിറ്റൽ, ആഫിയ മെഡിക്കൽ സെന്റർ, റാസൽ ഖൈമ ഹോസ്പിറ്റൽ, അൽ സലാമ ക്ലിനിക്, എമിറേറ്റ്സ് ഐ ക്ലിനിക് തുടങ്ങിയവയുടെ സഹകരണത്തോടെ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ 20ഓളം ഡോക്ടർമാരും 40ഓളം പാരാമെഡിക്കൽ സ്റ്റാഫുകളും പങ്കെടുത്തു. പ്രവാസലോകം വീണ്ടും പ്രവാസികളുടെ ഇടയിലേക്ക് ചെല്ലുകയാണ്. ക്യാമറയുടെ അകത്തളങ്ങളിൽ നിന്നും യഥാർത്ഥ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ പഠിക്കാനുള്ള ഞങ്ങളുടെ ഉദ്യമം കഴിഞ്ഞ 15 വർഷമായിട്ട് തുടരുകയാണ്. ഇപ്പോൾ റാസൽ ഖൈമയിൽ നടക്കുന്ന മെഡിക്കൽ ക്യാമ്പ് തന്നെ ആരോഗ്യം ഒരു തൊഴിലാളിയുടെ അവകാശമാണ് എന്ന ILOയുടെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് പ്രവാസലോകം ഇവിടെ എത്തുന്നത് തന്നെ. ഇവിടെ നമ്മളോടൊപ്പം സഹകരിക്കുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന പ്രവാസികളുടെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഒരു സംഘടനയുണ്ട്, ഇന്ത്യൻ അസോസിയേഷൻ റാസൽ ഖൈമ. അതിൻ്റെ ഡോക്ടർ റെജി ജേക്കബ് നമ്മളോടൊപ്പം ഉണ്ട്. രാവിലെ മുതൽ ഇവിടേക്ക് നല്ല ജനത്തിരക്കായിരുന്നു. ഇത് കാണിക്കുന്ന ഇന്നത്തെ കാലത്ത് സാധാരണ ജനങ്ങൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അഫോർഡ് ചെയ്യാനുള്ള പ്രയാസം, അത് ഓവർകം ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഇങ്ങനത്തെ സാമൂഹിക സംഘടനകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു യജ്ഞമാണ് നിങ്ങളീ കാണുന്നത്.
ഇവിടുത്തെ സാധാരണക്കാരെ എന്ന് പോയിട്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം വെച്ചാൽ അവരുടെ ദൈനംദിനം അവർ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഇതൊന്നും തികയാത്തൊരവസ്ഥയാണ്. കാരണം ഇന്നത്തെ ഒരു ജീവിത രീതി യുഎഇയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടി വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ കൈരളി പ്രവാസി ലോകവുമായിട്ടും ഇന്ത്യൻ അസോസിയേഷനും കേരള സമാജവും സംയുക്തമായിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യുക, അതൊരു സാന്ത്വനമായി മാറുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഇത്രയുള്ള ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇനിയും അടുത്തുള്ള നമ്മുടെ പ്രവർത്തനം കൂടുതലും ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരായ നല്ല ഇവിടുത്തെ അത് ഇന്ത്യക്കാരെന്ന് വിഭജിക്കുകയാണെങ്കിൽ എല്ലാ രാജ്യക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സേവനം ചെയ്യുന്നു. താങ്കൾ ദീർഘകാലമായിട്ട് പ്രവാസികളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലക്ക് എന്താണ് അവരനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമെന്ന് താങ്കൾ എന്തെങ്കിലും വിലയിരുത്തിയിട്ടുണ്ട്? ഉണ്ടെങ്കിൽ എന്താണത്? ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ലേബർ ക്യാമ്പുകളിലുള്ള പ്രവാസികളിൽ ഇടയ്ക്കുണ്ടാകുന്ന ഏറ്റവും ഒരു പ്രശ്നങ്ങളെന്ന് പറയുന്നത് അവരുടെ ആരോഗ്യ പരിപാലനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. ഉയർന്ന ജീവിത രീതിയും മറ്റു പ്രശ്നങ്ങളും മാറി ഭക്ഷണക്രമങ്ങൾ ഇതെല്ലാം കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെ ഒരു ക്ലിനിക്കിൽ പോയി ഒരു ഡോക്ടറെ കാണുന്നതിനും മരുന്ന് വാങ്ങിക്കുന്നതിനും ഉള്ള ബുദ്ധിമുട്ടുകൾ കാരണം പല പ്രശ്നങ്ങളും അവർ തന്നെ ജീവിതത്തിൽ ഒതുക്കി പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നാട്ടിൽ പോകുമ്പോൾ ഡോക്ടറെ കാണാം എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഇവിടെ ഒരു ക്ലിനിക്കിൽ പോയൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും മറ്റ് ടെസ്റ്റുകൾ നടത്തുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇങ്ങനെയുള്ള ഒരു ക്യാമ്പിൽ വരികയും ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർമാർ ഇന്നിവിടെ തന്നെയുണ്ട്. പ്രത്യേകിച്ച് AKMG ഓൾ കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഡോക്ടർമാരുടെ അസോസിയേഷനിലുള്ള എല്ലാ മെമ്പേഴ്സും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണെങ്കിൽ എല്ലാവരും വന്ന് സഹകരിക്കുന്നുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മ എങ്ങനെയാണ് ഇവിടെ വിജയിക്കുന്നത്? എന്താണ് നിങ്ങൾ റാസൽ ഖൈമയിൽ പ്രത്യക്ഷം കണ്ടെത്തിയ കാര്യം? റാസൽ ഖൈമ ഇന്ത്യൻ അസോസിയേഷനും കേരള സമാജവും കൈരളി പ്രവാസി ലോകവും മറ്റ് ഇവിടുത്തെ പ്രമുഖ സംഘടനകളായ KMCC, സേവനം സെൻറ്റർ, ഇസ്ലാമിക് സർവീസ് ഇവർ എല്ലാ കാലവും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു, വളരെ വിജയകരമായിരുന്നു. ഈ വർഷവും ഞങ്ങളങ്ങനെ ഇന്ത്യക്കാരെന്നോ മറ്റ് ദേശക്കാരെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എന്നും സഹായഹസ്തങ്ങൾ നീട്ടുന്നവരാണ്. ഇപ്പോൾ ഇത്തരം കമ്മ്യൂണിറ്റി സർവീസിൽ ഷിഫാൽ ജസീറമാരുള്ള ക്ലിനിക്കുകൾ പങ്കെടുക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ്? ഇന്നേ വരെ ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ കയറാൻ പേടി തോന്നുന്ന പല ആൾക്കാരുണ്ടാവും. അവർക്ക് ഇതിനെപ്പറ്റി ഈ രോഗമെന്തോ ഒന്നും ഒരു നിശ്ചയമില്ല. അവരാകെ ചെയ്യുന്ന ഫാർമസിയിൽ പോകും, എന്തെങ്കിലും വാങ്ങും. പനി ഒരു രോഗമാണെന്ന് ഒരു ഡോക്ടറും പറയില്ല. ഏതോ ഒരു രോഗത്തിൻ്റെ സിംറ്റം, ഏതോ ഒരു അതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഈ പനി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ പല ആൾക്കാരും വന്ന് ആ രോഗത്തിനെ പറ്റി നിർണ്ണയം നടത്തുമ്പോൾ അത് എല്ലാ രോഗികൾക്കും എല്ലാ മറ്റേ പ്രവാസികൾക്കും ഇതൊരു ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിലെ ഈ ക്യാമ്പിൽ ഷിഫാൽ ജദീറ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. My name is Ritesh. I am the unit manager for Astra Medical Center branch in Ras Al Khaimah. We are very happy that the unity of this Kerala Association people, we have supported in a lot of organization activities as well. So this activity gives us immense pleasure to come and join our hands to support the people of Ras Al Khaimah here. We are happy to be the part of this organization. ഒട്ടനവധി കാര്യങ്ങൾ KMCC 2-3 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പിലും ഇപ്പോൾ സമാജം നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പിലും KMCC പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ഇവിടെ വളണ്ടിയേഴ്സായിട്ടും ഇതിൻ്റെ ഈ ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തകരാണ് എന്നുള്ള അഭിമാനം ഞങ്ങൾക്കുണ്ട്. ദുബായ് ഓപ്റ്റിക്കൽസിൻ്റെ ഉടമ തോമസ് ചാക്കോ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ
ചെയ്ത സേവനങ്ങൾക്ക് വേൾഡ് മലയാളി അസോസിയേഷൻ്റെ അവാർഡ് ജർമ്മനിയിൽ വെച്ച് ലഭിച്ച ആളാണ്. അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവിടെ ഹോസ്പിറ്റലുകൾ സന്ദർശിക്കുമ്പോൾ ഓരോ ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് അതിന് പൈസ ഇല്ലാണ്ട് ഒത്തിരി വിഷമിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു താങ്ങും തണലുമായി ഈ റാസൽ ഖൈമ നമ്മുടെ മലയാളി അസോസിയേഷനും അതേപോലെ തന്നെ ഇന്ത്യൻ അസോസിയേഷനും കൂടി നടത്തുന്ന ഈ നമ്മുടെ മെഡിക്കൽ ക്യാമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ദുബായ് ഒപ്റ്റിക്കൽസിനും അതേപോലെ ഓരോ സ്ഥാപനങ്ങൾക്കും സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഏകദേശം 15ഓളം വളണ്ടിയർമാർ രാവിലെ തന്നെ ഇവിടെ സജീവമായിട്ട് ഇവിടെ പ്രവർത്തന രംഗത്തുണ്ട്. ഇത്തരം മഹത്തായ ആരോഗ്യ മെഡിക്കൽ ക്യാമ്പുകൾ ഒരുവിധം ആളുകളിലേക്കൊക്കെ എത്തിക്കാൻ സമാജത്തിൻ്റെ ആളുകൾക്ക് പറ്റിയിട്ടുണ്ട്. ഇത്രയും എല്ലാവിധ നല്ല പ്രവർത്തനങ്ങൾക്കും ഇന്ത്യൻ കൾച്ചർ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും സമാജത്തിനും ഇന്ത്യൻ അസോസിയേഷനും നമ്മൾ അറിയിക്കുകയാണ്. പ്രവാസ ലോകം കേരള സമാജം ഇന്ത്യൻ അസോസിയേഷൻ നടത്തുന്ന ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ വിജയം സ്വകാര്യ രംഗത്തു നിന്നുള്ള ഹോസ്പിറ്റലുകൾ സൗജന്യമായിട്ട് ഈ കമ്മ്യൂണിറ്റി സർവീസിന് വേണ്ടി തയ്യാറായി എന്നുള്ളതാണ്. അതിലൊന്നാണ് റോയൽ മെഡിക്കൽ സെൻറ്റർ. ഈ കേരള സമാജം ഈ പരിപാടി ഓർഗനൈസ് ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് നാട്ടുകാർക്ക് ഉപയോഗമാവുമെന്ന് ഞങ്ങൾ കരുതുന്നു. ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്തും മിനിസ്ട്രി ഓഫ് ലേബറും സ്വകാര്യ ക്ലിനിക്കുകളും 9ഓളം സ്വകാര്യ ക്ലിനിക്കുകളും ഈ ക്യാമ്പിൽ സജീവമായി സഹകരിക്കുന്നു എന്നതാണ്. ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെയും മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെയൊക്കെ സഹകരണം നമുക്ക് ലഭ്യമാക്കുന്നത് സമാജത്തിൻ്റെ സജീവ പ്രവർത്തകനായ അനിൽകുമാറാണ്. അദ്ദേഹം ഒരു ഹെൽത്ത് വർക്കർ തന്നെയാണ്. എന്താണ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നിന്നും മിനിസ്ട്രി ഓഫ് ലേബറിൽ നിന്നും നമുക്ക് കിട്ടുന്ന പരിഗണന എന്താണ് ഈ ക്യാമ്പിനെ കുറിച്ച്? ഈ ഒരു ക്യാമ്പ് ശരിക്ക് നമ്മുടെ താഴെ തട്ടിലുള്ള ആൾക്കാർക്ക് വളരെ ഗുണകരമാണ്. നമ്മളത് മുമ്പും ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും അവർക്ക് സാധാരണ മെഡിസിനും ഒത്തിരി ആൾക്കാർക്ക് ബ്ലഡ് ചെക്കപ്പ് ഡോക്ടേഴ്സിനെ കാണാനൊക്കെ വളരെ സഹായമായ കാര്യമാണ്. UAEയുടെ 44ാമത്തെ വാർഷികം, കേരള സമാജത്തിൻ്റെ 40ാം വർഷം, 4 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സംഘടനയുടെ ഭാഗമാക്കാൻ ഈ കേരള സമാജം സേവന സെൻ്ററിനെ ക്ഷണിച്ചാൽ ആദ്യം അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നിസ്സാര ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ട്, കൺസ്ട്രക്ഷൻ മേഖലകളിലൊക്കെ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മളുടെ സാമൂഹിക സംഘടനകളായ KMCC, കേരള സമാജം ഒക്കെ ഒത്തിരിയും സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അവരാണല്ലോ ഇപ്പോൾ ഈ ക്യാമ്പ് ഇവിടെ നടത്തുന്നത്. അത് വളരെ മനുഷ്യത്വപരമായൊരു സമീപനമാണ്. സാധാരണക്കാരായ തൊഴിലാളികൾക്ക് അത് വളരെ അനുഗ്രഹകരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഡയഗ്നോസിസ് എന്ന് പോലും അറിയാത്ത ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ക്യാമ്പിൽ കേരള സമാജത്തിനോടൊപ്പം തന്നെ ഇന്ത്യൻ അസോസിയേഷൻ റാസൽ ഖൈമയും ചേർന്ന് സംയുക്തമായി നടത്തുന്ന ഈ ക്യാമ്പ് 10,000-കണക്കിനായ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മഹത്തായ കാര്യം. ഇന്ത്യൻ അസോസിയേഷനും കേരള സമാജവും കൈരളിയും ചേർന്നുകൊണ്ട് നടത്തിയ ഈ മെഡിക്കൽ ക്യാമ്പ് എല്ലാവിധ റാസൽ ഖൈമയിലുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി ഇത്രയും വിജയകരമായി തീർത്തതിൽ പ്രത്യേകിച്ച് ഞാൻ അസോസിയേഷൻ്റെ പേരിൽ അതിൻ്റെ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്.